വൈഡ് നിൽക്കണം, വൈഡ് നിൽക്കണം. വീണ്ടും ഒരു മഹാമന്ദിരം, ഒരു മാളിക ചെയ്തു തരികയാണ്. നമ്മുടെ അമ്മമാർ സുഖിക്കുന്ന സുഖ സന്തോഷം കണ്ടിട്ട് അച്ഛന്മാരെ അസൂയയിലായിരിക്കുമ്പോഴാണ് സാറ് നമുക്ക് ഇങ്ങനൊരു വാഗ്ദാനം വെച്ചത്. അത് 15 കോടിയുടെ കെട്ടിടമാണെങ്കിൽ ഇത് 20 കോടിയുടെയാണ്. ഉദ്ഘാടനം ചെയ്ത അമ്മ ഞങ്ങളുടെ മകൻ വരും, ഒപ്പം ഓണസദ്യ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു. വൈഡ് നിൽക്കണം, വൈഡ് നിൽക്കണം, വൈഡ് നിൽക്കണം, വൈഡ് നിൽക്കണം, വൈഡ് നിൽക്കണം. എന്തെങ്കിലും ഞാനിവിടെ ഉണ്ട്, എനിക്ക് മാത്രം ഇട്ടാ മതിയല്ലോ, പോരല്ലോ. നമുക്ക് കല്ലിട്ടിട്ട് അങ്ങോട്ട് പോവാം. ഇത് ശരിക്കും ഇരിക്കട്ടെ. പാവപ്പെട്ടവന് വേണ്ടി ഒരു വിരലെനിക്ക് സഹായിച്ചാൽ അതിനുള്ള കൂലി അള്ളാഹു തരും. അപ്പൊ ആ നിലയ്ക്കുള്ളത് ചെയ്യാം. നടന്നു പോകാനോ വണ്ടിയിൽ പോവാം. പുള്ളി നമ്മുടെ വണ്ടി നമ്മളെ അന്തേവാസികൾ വന്ന് കേട്ട കുറച്ച് ആൾക്കാർ. ബാബാ സാറിൻ്റെ നാട്ടിലെ അച്ഛൻ ഉണ്ടായിരുന്നല്ലേ, നാട്ടികയിലുള്ള ഒരു അച്ഛൻ, വേലായുധൻ. പോലീസ് കത്തില്ലാതെ എടുക്കത്തില്ല. അപ്പോൾ സാറിൻ്റെ നാട്ടിൽ നിന്ന് വന്നു. സാർ 5 ലക്ഷം രൂപ ചികിത്സിക്കാൻ സഹായിച്ചു, ഓപ്പറേഷന് സഹായിച്ചു. അതുകൊണ്ടാണ് രക്ഷപ്പെട്ടെന്നും പറഞ്ഞു. പൈസ സഹായിച്ചല്ലോ, നിങ്ങൾ നിയമപ്രകാരം എല്ലാ ക്ലിയറൻസുള്ള ആൾക്കാരെ ഇവിടെ അതേ ഉള്ളൂ സാറേ. ഞങ്ങൾ പിന്നെ അതിൻ്റെ കൺഫർമേഷൻ മേടിച്ച് അവസാനം നിങ്ങൾ തൂങ്ങും. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാർക്ക് വേണ്ടി യൂസുഫലി സാറ് വീണ്ടും ഒരു മഹാമന്ദിരം, മണിമന്ദിരം, ഒരു മാളിക ചെയ്തു തരികയാണ്. നമ്മുടെ അമ്മമാർ സുഖിക്കുന്ന സുഖ സന്തോഷം കണ്ടിട്ട് അച്ഛന്മാരെ അസൂയയിലായിരിക്കുമ്പോഴാണ് സാറ് നമുക്ക് ഇങ്ങനൊരു വാഗ്ദാനം വെച്ചത്. അത് 15 കോടിയുടെ കെട്ടിടമാണെങ്കിൽ ഇത് 20 കോടിയുടെയാണ്. ഇതിനകത്ത് ഒത്തിരി സൗകര്യങ്ങൾ സാറ് വിഭാവന ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാം ചെയ്യാവുന്നത് സാറിന് വേണ്ടി പ്രാർത്ഥിക്കുക. സാറിന് നല്ല ആരോഗ്യത്തോടു കൂടി ലോകത്തെല്ലായിടത്തും ഇങ്ങനെ പോകാനേ, ലോകം ഇങ്ങനെ മലയാളത്തിൻ്റെ അഭിമാനമായിട്ട് ലോകത്ത് സാറിന് കഴിയാൻ വളരെ സന്തോഷം. പരമകാരുണ്യനായ കരുണാവാരിധിയായ ദൈവത്തിൻ്റെ തിരുനാമത്തിൽ ഞാനിത് ദൈവത്തിൻ്റെ തിരുനാമത്തിലാണ് സാറ് ഈ ശില ഇവിടെ സ്ഥാപിച്ചത്. എല്ലാ ദൈവാനുഗ്രഹങ്ങളും നമ്മോടൊപ്പം ഉണ്ടാവും. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഒരച്ചമ്മ ഉദ്ഘാടനം ചെയ്ത അമ്മ വലിയ പോയിട്ടില്ല. അമ്മ അങ്ങോട്ട് വാ. നേരെ പോവാ. ഇവിടുത്തെ കുഞ്ഞുങ്ങളെ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചറാ, കലാമണ്ഡലത്തിൽ പഠിച്ചതാ. ഏറ്റവും ചെയ്യാൻ പറ്റാവുന്ന ഹാപ്പി ക്രിസ്മസ് ടു ആൾ. നിങ്ങളെല്ലാം കാത്തിരുന്നു. കഴിഞ്ഞ ഓണത്തിന് ഞങ്ങളുടെ മകൻ വരും, ഒപ്പം ഓണസദ്യ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു. അസൗകര്യങ്ങളാൽ എത്തിയില്ലെങ്കിലും ഈ മഹത്തായ സ്നേഹം, നമ്മുടെ അമ്മയുടെ പ്രിയപ്പെട്ട മകൻ, അമ്മമാരുടെ പ്രിയപ്പെട്ട മകൻ, ഓരോ അമ്മമാരും നല്ല ബിൽഡിങ്ങുണ്ടെന്ന് വിചാരിച്ചിട്ട് അച്ഛന്മാരെയും അമ്മമാരെയും തള്ളിവിടുന്ന ഒരു പ്രവണത ഇപ്പോൾ അത് കൂടുകയാണ്. ആയതുകൊണ്ട് എനിക്ക് സോമരാജൻ സാറിനോട് പറയാനുള്ളത്, നിങ്ങൾ വളരെ അർഹതപ്പെട്ടവരെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. മക്കളില്ലാത്തവരെ, മക്കൾ തള്ളിവിടുന്നവരെ നിങ്ങൾ എടുക്കരുത്. അവർക്ക് ദൈവത്തിൻ്റെ ശാപം ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നത് ശപിക്കാൻ പറ്റില്ല. പക്ഷേ കഴിയുന്നതും ആരും അമ്മമാരെയും അച്ഛന്മാരെയും തള്ളിവിടരുത്, അവരെ ദുഃഖം അനുഭവിപ്പിക്കരുത്. അവർക്കിവിടെ വന്നാൽ സന്തോഷമാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ
നിങ്ങൾ ശുശ്രൂഷിക്കേണ്ടവരെ നിങ്ങൾ ശുശ്രൂഷിക്കുക. ഞങ്ങൾ ഖുർആൻ പറയുന്നു ഒബിൽ വാലിദൈനി ഇഹ്സാന എന്നാണ്. മാതാപിതാക്കളോട് കരുണ കാണിക്കുക, സ്നേഹം കാണിക്കുക, അവരെ ശുശ്രൂഷിക്കുക, അവരെ തള്ളിവിടാതിരിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ.